മനോജേട്ടൻ ഒരു ഡയറക്ടറാണ്. 16 to 17 days he is completely going for shoot. പറഞ്ഞൊന്നും എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ അറിയുന്ന ആൾക്കാർക്കറിയാം, ഇല്ലെങ്കിൽ ഈവൻ എൻ്റെ സിസ്റ്റർ ഉണ്ട്, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോള്. അവളെ വീട്ടിൽ ഞാൻ കൂടാൻ പോകുന്ന സമയത്ത് അവൾ എന്നോട് പറയും, ഞങ്ങൾ ആരും കാണുന്ന പരിപാടിയല്ല ചിക്കു ചേച്ചി കാണുക. കാരണം ഞാനിങ്ങനെ ഈ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് കണ്ട് ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോൾ അവിടെ കൂടാൻ പോകുന്ന സമയത്ത് മിക്ക തവണ ഇവളാണ് എൻ്റെ ഫോൺ എടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ യൂട്യൂബിൽ കാണുന്ന ഒരു കോണ്ടൻറ്റ് ഏതാ ചോദിച്ചാൽ അത് ഈ ഇൻ്റർവ്യൂസും ഡിബേറ്റുകളും പിന്നെ ക്രൈം ഫയൽസുകളുമാണ്. എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ തീരെ കാണാത്തൊരു സാധനം എന്താ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻ്റർവ്യൂ ആണ്. കാരണം കണ്ട അണ്ടനും അടകടോണൻ അങ്ങനെ എന്തൊരു സാധനം ലേഡി അണ്ടനും അടകോടനും ഇവരെല്ലാവരുമാണ് ഇൻ്റർവ്യൂവിൽ വരുന്നത്. ഇന്നൊരു റീലിട്ടാൽ നാളത്തേക്ക് ഇൻ്റർവ്യൂ ആയി, മറ്റന്നാൾ ഒരു റീല് വൈറലായ ഇൻ്റർവ്യൂ ആയി. ഇപ്പോൾ പണ്ടത്തെ ഇൻ്റർവ്യൂസ് കുറച്ചും കൂടെ മോട്ടിവേഷണൽ, ഇൻസ്പിറേഷണൽ, ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന, നമുക്ക് തന്നെ ഒരുപാട് ചിന്തിക്കാനുള്ള പല ആംഗിളിൽ പോകുന്ന കുറേ സാധനങ്ങളാണ്. ഇന്ന് അതൊന്നും കാണുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂസിനൊക്കെ വളരെ റെസ്റ്റ് കൊടുത്തിട്ട് ഞാനിപ്പോൾ നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഷോയിലെ കുറേ ഡിബേറ്റ്സും കാര്യങ്ങളും പിന്നെ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് പിന്നെ കുറച്ച് വ്ളോഗ്സൊക്കെ ആയിട്ട് പോവാം. അങ്ങനെയാണ് റീസെൻ്റ്ലി ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത, എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. നമുക്കറിയാം നമ്മളുടെ നടി ഗൗരി, ഈ റീസെൻ്റ്ലിയാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വലിയ കുറേ കോൺട്രവേഴ്സിയിൽ കൂടെ പോയി. അത് കഴിഞ്ഞിപ്പം സെപ്പറേറ്റഡ് ആയിരിക്കുകയാണ്. ആ സെപ്പറേഷനെ കുറിച്ചും കോൺട്രവേഴ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഐ തോട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. അതിൽ ചില ഭാഗങ്ങളെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഐ തോട്ട് ഒരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇത് കാണിക്കാണ്ട്, ഇത് പറയാണ്ട് ഞാൻ എങ്ങനെ ഈ വീഡിയോ ആരംഭിക്കുക അല്ലേ? ഈ വീഡിയോ കാണിക്കാണ്ട് ഗൗരിയുടെ കഥ തീരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗൗരി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കാനുണ്ടായത് ഈ ഒരൊറ്റ കോൺട്രവേഴ്സിയിൽ കൂടിയാണ്. സീരിയൽസ് പൊതുവേ അധികം കാണുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ സീരിയലുള്ള എല്ലാ ആക്ട്രസ്മാരെയും ആക്ടറിനെ കുറിച്ചും വലിയ ഐഡിയ ഇല്ല. കാരണം ഒരു ചാനലിൽ തന്നെ 10-11 സീരിയൽസ് ആണുള്ളത്. പക്ഷെ ഗൗരിയുടെ ഈ ഒരു കോൺട്രവേഴ്സി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഗൗരിയുടെ എന്തായിരുന്നു അയാളുടെ പേര്, ഗൗരിയും മനോജും കൂടെ ഒരു സീരിയലിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളാണ്. ആ സീരിയൽ വെച്ചിട്ടാണ് ഇവർ ചെറിയ രീതിയിൽ ഇഷ്ടത്തിലാവുന്നത്. പിന്നെ അത് കല്യാണത്തിലോട്ട് പോകുന്നു. ഗൗരീൻ്റെ 29-ാം വയസ്സിലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. ആൻഡ് ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ ഇൻ്റർവ്യൂ വന്നതിൽ കൂടെ മനസ്സിലായിട്ടുണ്ട് ഗൗരി സാറിനാണ് വിളിക്കുന്നത്. ആൻഡ് ഗൗരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈവൻ മനോജ് എന്ന് പറയുന്ന ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ ഷൂട്ടിന് വരും. ഷൂട്ടിനിടയിൽ വല്ല ബ്രേക്ക് കിട്ടിയാൽ ഗൗരി എവിടെയെന്ന് നോക്കുമ്പോണ്ടാവും അപ്പുറത്ത് എവിടെയെങ്കിലും മാറി നിന്ന് PSCക്ക് പഠിക്കുന്നതാണ്. അപ്പോൾ ആക്ടിങ് ഫീൽഡിലോട്ട് എത്തിയാൽ പൊതുവേ എല്ലാവരും പൈസ, പ്രശസ്തിൻ്റെ ഒക്കെ പുറകെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് പഠിക്കണം, എനിക്ക് PSC എഴുതണം, എനിക്കൊരു ഗവൺമെൻറ് ജോബ് എത്തണം എന്നുള്ളൊരു സാധനം അന്നേ എന്നിൽ സ്ട്രൈക്ക് ചെയ്ത ഒരാളാണ്. അപ്പം അങ്ങനെയാണ് ഗൗരിയുടെ ഒരു ലൈഫ്. ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, വ്ളോഗ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഗൗരിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹേറ്റ് വന്ന, എന്നാൽ ഇനി എന്നും ഗൗരീനെ ഓർക്കാൻ പോകുന്നൊരു കോൺട്രവേഴ്സി ഏതാ ചോദിച്ചാൽ കല്യാണ കോൺട്രവേഴ്സിയാണ്. ഓഫ്കോഴ്സ് ഒരു സെലിബ്രേറ്റഡ് ഒരു കല്യാണം വരുമ്പം വീട്ടുകാരേക്കാൾ കൂടുതലുണ്ടാവും മീഡിയക്കാരാണ്. ഈ മീഡിയക്കാരെല്ലാം വന്ന് താലി കെട്ടുന്ന സമയം നടന്നതോടുകൂടി ഗൗരീൻ്റെ ഫാമിലിക്കോ ആർക്കോ ഇത് കല്യാണം കാണാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അവിടെ ഇവരെ കൺട്രോൾ ചെയ്യാനോ മാറ്റാനോ ആരുമില്ലാത്ത സാഹചര്യത്തിൽ കല്യാണ സാരി ഉടുത്ത് നിൽക്കുന്ന ഗൗരി പെട്ടെന്ന് ഇമോഷണലി ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കാവോ എന്ന് ചോദിച്ചു. അത് ഡെഫിനറ്റ്ലി ഓൺലൈൻ മീഡിയക്കാരെ ബാധിച്ചു. അവർ ഈ വീഡിയോ സ്പ്രെഡ് ചെയ്തു. ഓഫ്കോഴ്സ് കല്യാണ പെണ്ണിന് അഹങ്കാരം, ജാട, ഇത് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായി. ഒരു പെണ്ണിൻ്റെ ലൈഫിലെ ഒരു പുതിയൊരു ചാപ്റ്റർ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ദി നെക്സ്റ്റ് ജേണി എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അവളുടെ കല്യാണമാണ്. അത്രയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും പ്ലാനിങ്ങോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും ഫ്രണ്ടോട്ട് പോകുന്ന ഒരു സാധനം ഗൗരി എടുത്തു വെച്ചത് തന്നെ ഹെയ്റ്റും അഹങ്കാരി, തൻ്റേടി എന്നുള്ള ഒരുപാട് പേരില്ല. ആൻഡ് അതുപോലെ തന്നെ ഗൗരിയുടെ കല്യാണത്തിന് ഗൗരി നോ ഗോൾഡാണ്. ഗൗരിക്ക് ഏതോ ഒരു ജ്വല്ലറിക്കാരെങ്ങാനും കുറച്ച്
ലൈക്ക് ഫംഗ്ഷൻ കഴിയുന്നത് വരെ ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഗോൾഡ് കൊടുത്തത്. അതിനും അത്യാവശ്യം നല്ല ഹെയ്റ്റ് വന്നിരുന്നു. പലരും വന്നിട്ട് നീ എന്താ ഗോൾഡ് ഇടാത്തേ, ഗോൾഡ് ഇട്ടല്ലേ പെണ്ണുങ്ങൾ നടക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതിൽ വലിയൊരു തെറ്റൊന്നുമില്ല. ഗോൾഡ് ഇടണോ ഗോൾഡ് ഇടണ്ടേ വ്യക്തിഗതമായ താല്പര്യമാണ്. ഗോൾഡ് ഇട്ടാൽ മാത്രമേ കല്യാണം കംപ്ലീറ്റ് ആവൂ എന്നുള്ളതൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നോ ഗോൾഡ് കല്യാണം കാണലുണ്ട്, വെറും ഒപ്പിട്ടിട്ട് മാത്രം പോകുന്ന കല്യാണം ഉണ്ട്. കല്യാണ പരിപാടിയെ ഇല്ലാണ്ട് ലിവിങ് ടുഗദർ നിൽക്കുന്ന സമയത്താണ് ഒരു നോ ഗോൾഡ്. പിന്നെ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴും നാലാൾ പറയട്ടെ എന്ന് കരുതി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ വീട്ടിലുള്ളവർ വളരെ ഇൻട്രോവേർട്ട്, സൈലൻ്റ് ആയിട്ടുള്ള, അധികം ഒന്നും പറയാത്ത കാറ്റഗറി ഓഫ് വ്യക്തികളാണെങ്കിൽ അവർ ഓഫ് കോഴ്സ് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഗൗരി വരുന്നത്. പിന്നെ പോകുന്നു, ഇൻ്റർവ്യൂസ്, വ്ളോഗ്സ്, യൂട്യൂബ് വീഡിയോ, പതുക്കെ ഇവരുടെ ലൈഫിൽ കോൺട്രവേഴ്സി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ സ്റ്റാർട്ട് ആയിട്ട് ഗൗരി കൊടുത്ത ഒരു ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുത്ത് റെസ്പോൺസ് ചെയ്യാൻ കാണിച്ചു തരാം. പിന്നെ പറയുന്നത് വീഡിയോസിൽ മനോജേട്ടനെ കാണുന്നില്ല. മനോജേട്ടൻ ഒരു ഡയറക്ടറാണ്. 16 to 17 days ഹീസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഫോർ ഷൂട്ട്. രാവിലെ 6:30 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. പിന്നെ കാണുന്നത് ഒരു 3-4 ഡേയ്സ് ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 ഡേയ്സിൽ എനിക്ക് വ്ലോഗ് എടുത്തോണ്ടിരിക്കുക, ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുറച്ച് ഇവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ഡിവോഴ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഈ ഗൗരിയോടുള്ള ഒരു ഹെയ്റ്റ്. സെക്കൻഡ് തിങ്, ഇവരുടെ ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെയും, എനിക്ക് പേഴ്സണലി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്കായ ഒരു കപ്പിൾസായിട്ട് എനിക്ക് വീഡിയോ കണ്ട സമയത്ത് തോന്നിയില്ല. കാരണം ഗൗരിയുടെ ഒരു സ്റ്റൈലുമായി സിങ്ക് ആയി പോകുന്ന ആളാണ്. രണ്ടാളും ഒരു കട്ട് ആൻഡ് സ്ട്രൈറ്റ്, രണ്ടാളും ഒരു സ്റ്റബേൺ, അതിൽ രണ്ടുപേരും അങ്ങനത്തെ ഒരു തോന്നി. മേ ബി ഐ ഡോണ്ട് വോണ്ട് ടു ബി ജഡ്ജ്മെൻ്റൽ, ബട്ട് എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പിന്നെ അതൊക്കെ വിട്ടു. പിന്നെ ഇവരുടെ വ്ളോഗ് കാര്യങ്ങളും നമ്മളാരും അപ് ടു ഡേറ്റ് ചെയ്യാൻ പോകില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ടോക്കായി, വർത്താനായി, പിന്നെ കുറേ കാലത്തിന് ശേഷം ചില ക്യൂആൻ വീഡിയോ കൂടെ ഒക്കെ ഇങ്ങനെ വന്നു. എന്നാലും ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് സംസാരം തുടങ്ങുന്നത്. എന്തായാലും നമുക്ക് ഈ കല്യാണ കോൺട്രവേഴ്സിയിലോട്ട് പോകുന്നതിന് മുമ്പ് ആ മീഡിയൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്ന വിഷയങ്ങളെ കുറിച്ച് ഒരാൾ സംസാരിക്കുന്നുണ്ട്. അതൊന്ന് നോക്കി നോക്കാം. മീഡിയ ഞാൻ ബ്ലെയിം ചെയ്ത് പറയല്ല, വളരെ മോശമായിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലി എന്റെ മാരേജിന്റെ സമയത്ത് അതെന്നെ സീരിയസ്ലി എന്നെ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയും മീഡിയ അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ ഒരു അഹങ്കാരി എന്ന് പറഞ്ഞില്ല. ബോൾഡ്, ഡെഫിനറ്റ്ലി ഐ എം എ ബോൾഡ് വുമൺ. പക്ഷെ ബോൾഡ്നെസ്സും അഹങ്കാരവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ചില വ്യക്തികൾക്ക് ഈ ബോൾഡ്നെസ് അഹങ്കാരമായിട്ടാണ് തോന്നുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്താലോ, നമ്മൾ ഒരാളോട് ധിക്കാരം പറഞ്ഞാലോ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അന്ന് കല്യാണത്തിന്റെ അന്ന് കാണിച്ച ആ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാരും ഇവൾ ആരാ ഇതെല്ലാത്തിലും ഇടപെടാൻ, ഇവൾ ആരഹങ്കാരി. സത്യം ചില ലിറ്ററലി ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ തളരത്തില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ലാത്ത ഒരാളാ. അവർക്ക് എന്നെ അറിയില്ലല്ലോ. പക്ഷെ ആ ഒരു സമയം ലിറ്ററലി എന്റെ ആ കല്യാണം കഴിഞ്ഞുള്ള ഒരു 2-3-4 ഡേയ്സ് എല്ലാവരുടെയും ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ എനിക്ക് അതുപോലെ സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് സൈബർ ആക്രമണങ്ങളാണ് കിട്ടുന്നത്. സത്യം, ഞാനിപ്പോൾ ഗൗരി പറയുന്ന സമയത്ത് ഞാനും ഓർക്കുന്നു. അതിനുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫുൾ ഇതാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ആണുങ്ങളും തെറ്റ് ചെയ്യും, പെണ്ണുങ്ങളും തെറ്റ് ചെയ്യും. ഇപ്പോൾ പെണ്ണുങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ആണ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ സംഭവമാണ്. പെണ്ണുങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് വലിയ സംഭവം അല്ലാത്ത രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുപോലെ തന്നെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്യുകയാണെങ്കിൽ പെണ്ണുങ്ങൾ ചെയ്യുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ ഡിസ്കഷൻ ആവുക. ഇനിയിപ്പോൾ ഇതിനെ എതിർഭാഗം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഷിംജിത ഇഷ്യൂ കാരണം മരിച്ചു. ഒരു 3-4 ദിവസം ഒരു വിഷയം ഉണ്ടായി എന്നല്ലാണ്ട് ഷിംജിത് ഇപ്പോഴും പുറത്തിറങ്ങി അടിച്ചു പൊളിച്ച് നടക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ റീസെൻ്റ്ലി രഞ്ജീഷിൻ്റെ ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന ഒരു റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഭാര്യേൻ്റെ അവിധം കുട്ടീനെ കൊണ്ടുപോയത്. ഇപ്പോഴും ആ പെണ്ണ് അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അന്നേരം ഇതേ സാധനം ഉൾട്ട പോലെ പെണ്ണിനാണ് നടക്കുന്ന ആണാ ചെയ്യുന്നതെങ്കിൽ എന്ത് വലിയ വിപ്ലവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ കോൺട്രവേഴ്സികൾ ഇവിടെ ഇപ്പം എനിക്ക് ഓർമ്മ ഉപ്പുംപളകിലായിട്ടുള്ള സിദ്ധാർത്ഥ് മദ്യപിച്ച് റോഡിലുണ്ടാക്കിയ ഒരു സീനുണ്ട്. 1-2-3 ദിവസത്തിന് വലിയ വിഷയം അതോടെ കഴിഞ്ഞു എന്നല്ലാണ്ട്. പക്ഷേ ഈ ഗൗരി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കോൺട്രവേഴ്സി അന്നാണ് ഉണ്ടായതെങ്കിൽ ഇന്നും ആളുടെ ഡിവോഴ്സ് ആയതിനു ശേഷം പല വ്യക്തികളും വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് നിൻ്റെ അഹങ്കാരം കാരണമാണ് നീ അന്ന് കാണിച്ചത് കണ്ടില്ലേ, അതിനുള്ളത് നിനക്ക് കിട്ടിയതാന്ന് പറഞ്ഞു. അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു കളി എന്ന് പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് തിങ്, ഗൗരി മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്.
നിങ്ങൾ 4 ആൾ അറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ പ്രൊഫഷനിലോട്ട് ഇറങ്ങിയതാണ്, നിങ്ങൾ ആരും നിർബന്ധിച്ച് ഇറങ്ങിയതല്ല. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്ത് നടന്നാലും ഒപ്പാൻ വേണ്ടി ക്യാമറാമാൻമാർ നടക്കും. ഇപ്പം എനിക്ക് ഭാവിയിലൊരു കല്യാണം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ക്യാമറാമാൻമാർ വരാൻ പോകില്ല, കാരണം എന്നെ അറിയുന്ന ആൾക്കാർ തന്നെയല്ല. പക്ഷെ അന്നേരം ഒരു അടുത്ത നടിയുടെ ഒരു കല്യാണമാണ് നടക്കുന്നതെങ്കിൽ അവിടെ എത്തും. നിങ്ങൾ ഇടുന്നതിന് മുമ്പ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആവും. അതിനിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ അടുത്തൊരു ഇതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ഫുൾ അതിലായിപ്പോയി. ഒരു സെലിബ്രിറ്റി ആവുമ്പോൾ നമ്മളൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആവണം അറ്റ് ടൈംസ് എന്നപ്പോ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും. എനിക്കറിയാം എന്നേക്കാൾ വളരെ അഹങ്കാരികളായിട്ടുള്ള പലരും വളരെ നല്ല ഇമേജിലാവും. ഞാൻ ഒരിക്കലും എനിക്കൊരു കുറച്ചൊരു ബോധം വന്നേ പിന്നെ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചിന്തിക്കും, ദൈവം അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളും പോലും പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ അഹങ്കാരിയാണെന്ന്. എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും പറയത്തില്ല. ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മളായിട്ട്, പക്ഷെ എനിക്കത് എന്നെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് റിയലായിട്ട് നിൽക്കുക എന്നുള്ള അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സ്റ്റിൽ എനിക്ക് പറ്റില്ല. മറ്റുള്ളവരുടെ ഒരു പീപ്പിൾ പ്ലീസർ അല്ല, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അവർക്ക് വേണ്ടിട്ട് ജീവിക്കാൻ പറ്റൂല. ഞാൻ അവരെ ഉപദ്രവിക്കില്ല, അവരെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കാൻ വിടും. പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം, അത് എനിക്ക് മസ്റ്റാണ്. ഫേക്ക് പേഴ്സണാലിറ്റി, പബ്ലിക് പ്ലീസർ, ഈ 2 സാധനത്തിനോടുണ്ടായിരുന്ന ഗൗരിയുടെ അഭിപ്രായം ഞാനൊരു 50% യോജിക്കുന്നു, 50% ഞാൻ ഇതിനൊരു എഗെയിൻസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ ഈ സ്വഭാവമല്ല എൻ്റെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് വന്ന് കാണിക്കാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ കാണിക്കുന്ന സ്വഭാവമോ കാര്യങ്ങളോ എൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് എൻ്റെ അച്ഛനോടോ അമ്മേനോടോ ചെയ്യാൻ പറ്റില്ല. അപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവത്തിൽ ഒരു മോഡിഫിക്കേഷൻ, മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന്മാർക്കുണ്ട്. അത് നിങ്ങൾക്കറിയാലോ. രണ്ടാമത്തെ ഒരു കാര്യം, കല്യാണ വീട്ടിൽ പോയി കളിക്കുന്നത് പോലെ മരണ വീട്ടിൽ പോയി കളിക്കാൻ പറ്റില്ല, അത് നിങ്ങൾക്കറിയാലോ. അപ്പം പ്രായോഗികമായി ചില സിറ്റുവേഷനുകളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതും ഒരു മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാം അറിയാം. അച്ഛനോട് വാശി പിടിച്ച് കച്ചറ ഉണ്ടാക്കുന്നത് പോലെ എനിക്ക് എൻ്റെ ബോസിനോട് കയറി പറയാൻ പറ്റില്ല. അപ്പം ചില സിറ്റുവേഷനിൽ നമ്മൾ പ്ലീസിങ് ബിഹേവിയറൊക്കെ കാണിക്കണം. കാരണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളൊക്കെ എന്തേലും കാണിക്കാൻ കാത്തിക്കാണ് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനാണ്. ഒരാൾ നല്ലത് ചെയ്യുന്നതിനേക്കാളും നാട്ടുകാരെടുത്ത് പറയുക ഒരാൾ മോശം ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ കുറച്ച് സോ നൈസായി സോ സ്വീറ്റായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് ഇസ് നോട്ട് അറ്റ് ഓൾ എ റോങ് തിങ്. ചില സമയം നമുക്ക് പീപ്പിൾ പ്ലീസിങ് ആവാം, നമ്മുടെ കാര്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനോ. ഒരു വ്യക്തിയും, ഈ വേൾഡിലുള്ള ഒരു വ്യക്തിയും, ഈവൻ ഗൗരി പോലും തൻ്റെ ഈ ആക്ച്വൽ ബിഹേവിയർ പുറത്തോട്ട് കാണിക്കുന്നില്ല, തൻ്റെ ഫുൾ നെഗറ്റീവ്സ് പുറത്തോട്ട് കാണിക്കുന്നില്ല. കുറേയൊക്കെ എല്ലാ മനുഷ്യന്മാരും, ഇപ്പോൾ ഈവൻ വീഡിയോ ചെയ്യുന്ന ഞാൻ വരെ, ഞാൻ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പല വിഷയങ്ങളിൽ എനിക്ക് പറയുന്ന പല ആംഗിളുകളും ഡിഫറെൻ്റ് ആണ്. ബട്ട് ഞാനവിടെ വേണ്ട, ലൈക്ക് ന്യൂട്രലി, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ രീതിയിൽ പറയണം, ഈ രീതിയിൽ വിത്ത് റെസ്പെക്ട്. അതൊക്കെ ഒരു കൈൻഡ് ഓഫ് നമ്മളുടെ പേഴ്സണാലിറ്റിയാണ്. അങ്ങനെയൊക്കെ നിന്ന് പോയാൽ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ പറ്റും. മനുഷ്യന്മാർ ഇസ് എ സോഷ്യൽ ആനിമൽ, വേറെ നമ്മൾ സോഷ്യലി കണക്റ്റഡ് ടു എവറിത്തിങ്. അപ്പോൾ അവിടെ നമ്മൾ നിൽക്കണമെങ്കിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഫേക്ക് പേഴ്സണാലിറ്റി അല്ല, പ്രായോഗിക ബുദ്ധിക്കനുസരിച്ച് പെരുമാറുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ ഫേക്ക് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ജീവിതത്തിൽ വേറൊന്നും, എന്നാൽ ഇപ്പുറത്ത് വേറൊന്നും എന്ന് വെച്ചാൽ വീട്ടിൽ ഭാര്യനെ തല്ലുക, മക്കളെ തല്ലുക, എല്ലാം തല്ലുക, പുറത്ത് വന്നിട്ട് ഭാര്യനെ സ്നേഹിക്കുക, പുന്നാരിക്കുക പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഓഫ് കോഴ്സ് ദ ഫേക്ക് പേഴ്സണാലിറ്റി. പ്ലീസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്ലീസ് ചെയ്യണം എന്നല്ല. നമ്മൾ അറിയില്ല, കാര്യം നേടാൻ കഴുതക്കാലും പിടിക്കേണ്ടി വരും. അപ്പം ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ പ്ലീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ദാറ്റ്സ് നോട്ട്, എനിക്കറിയില്ല, എനിക്ക് ഇതുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ ഗൈസ്? പ്ലീസ് കമൻറ്റ്. റീസെന്റ് ഒരു കോമന്റ് ഞാൻ കണ്ടതാണ്. ഞാനൊരു സെറ്റ് മുണ്ട് ഉടുത്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് എന്ത് സുന്ദരിയാണെന്നൊരു ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ താഴെ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്, എന്ത് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം, ഭർത്താവ് പോയില്ലേന്ന്. ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ വരുമോ. സീരിയസ്ലി ആ കോമന്റില് ഞാനൊരു സ്ത്രീ ആണ് അത് ഇട്ടിരിക്കുന്നത്. എന്ത് കാര്യം, കുടുംബം തകർന്നില്ലേ? എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരാളുടെ ലൈഫ് എങ്ങനെയാണ്, ഇപ്പം കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ജസ്റ്റ് എ പാർട്ടാണ്, അല്ലാതെ അതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ വന്നു, അത് ഓക്കെ ആയില്ല, അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ എങ്ങനെ ഞാൻ എന്റെ ലൈഫ് തകർന്നു. ലിറ്ററലി ഐ എം വെരി ഹാപ്പി നൗ.
അവിടെ എങ്ങനെയാണ് എന്റെ ലൈഫ് തകർന്നു എന്ന്. അതായത് ആ ഒരു കല്യാണം ഒന്ന് ബ്രേക്ക് ആയത് കൊണ്ട് അവർ പറയുന്നത് ഇനി എനിക്ക് എന്ത് സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം. അവർ തീരുമാനിച്ചു എന്റെ ലൈഫ് ഇവിടെ തീർന്നു, ഇനി എനിക്കൊരു ലൈഫില്ല. പക്ഷെ ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പാഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഞാൻ ജീവിക്കാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. എനിക്ക് ചില സമയത്ത് ചിരി വരും, സഹതാപം തോന്നും. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കട്ടെ അവരുടെ മരണം വരെ. കാരണം കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് ഈ തിരിച്ചറിവ് അവർക്ക് വരുന്നെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തീർന്നു, ലൈഫ് തീർന്നു. അല്ല, ഞാൻ എപ്പോഴും ഇപ്പൊ ചിന്തിക്കുന്നത് ദൈവമേ അവർക്ക് ആ തിരിച്ചറിവ് കിട്ടാണ്ടിരിക്കട്ടെ, അതാണ് എന്റെ പ്രാർത്ഥന. സ്റ്റാർട്ടിങ് പറഞ്ഞ കാര്യത്തിന് മറുപടി വളരെ ക്ലിയർ ആയിട്ട് ഗൗരി ഇതിൻ്റെ താഴെ പറയുന്നുണ്ട്. കാരണം തീരെ ബോധമില്ലാത്തങ്ങളാണ്, അതുകൊണ്ട് ആ ബോധം അങ്ങനെ തന്നെ പോട്ടെ, ഒരിക്കലും ആ ബോധം തിരിച്ചു വരില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയട്ടെ, കുറേ കാലം മാറിയിട്ടുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ബാക്ക് ജനറേഷൻ മീൻസ് നമ്മുടെ അച്ഛനും അമ്മേൻ്റെ ഒരു ടൈം, ആ ടൈമിലുള്ള കുറച്ച് ആൾക്കാരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ജനറേഷനൊക്കെ കുറേ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഇതൊരു വിഷയമല്ല. കല്യാണം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് കരുതുന്നവരുണ്ട്, കല്യാണമാണ് ജീവിതത്തിൽ എല്ലാം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കല്യാണം ഇല്ലാത്തതാണ് ജീവിതത്തിൽ സമാധാനം എന്ന് കരുതുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. ആൻഡ് ഇന്നത്തെ കാലത്ത് ഈ പഴമക്കാരല്ലാണ്ട് പുതുമക്കാരൊരിക്കലും ഡിവോഴ്സ് ഇത്ര റോങ്ങാന്ന് പറയില്ല. ഡിവോഴ്സ് ഇസ് വെരി കോമൺ. എത്ര പേരുണ്ട് നമ്മളുടെ കുടുംബത്തിൽ തന്നെ എടുത്തു നോക്ക് ഡിവോഴ്സ് ആയ എത്ര പേരുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ എടുത്തു നോക്ക് ഡിവോഴ്സ് ആയ എത്ര പേരുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ എടുത്തു നോക്ക് സെപ്പറേറ്റഡ് ആയിട്ട് അഗെയിൻ മാരേജ് കഴിഞ്ഞ് എത്ര ആൾക്കാരുണ്ട് എന്ന്. നമ്മളുടെ വിരൽത്തുമ്പിലുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, പിന്നെയാണോ സെലിബ്രിറ്റി ഫെയിം ഇല്ല. വൈ ഇത് ന്യൂസ് ആവാനുള്ള കാരണം ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് യുവർ ഫെയിം. ഇപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ഡിവോഴ്സ് ആയത് ടി വിയിൽ വരുന്നില്ല, നിങ്ങൾക്ക് ഫെയിം ഉണ്ട്, റീച്ച് ഉണ്ട്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇത് ന്യൂസ് ആവും, നാലാൾ അറിയും. അതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് ടു ഓൾ ദ വൺ, കല്യാണം ഒന്നുമല്ല എൻ്റെ. ഞാനിവിടെ പല വിഷയങ്ങൾ, ഡിവോഴ്സിൻ്റെ പേരിൽ ഉള്ള ആത്മഹത്യ, ഭർത്താവ് ജയിച്ചതിൻ്റെ പേരിലുള്ള ഒരു ആത്മഹത്യ, ഭർത്താവ് കൂട്ടുകാർക്ക് അങ്ങനെ എന്തോ മോശം രീതിയിൽ പെരുമാറിയതിൻ്റെ പേരിൽ റീസെൻ്റ്ലി ഒരു താത്ത മുസ്ലിം കുട്ടിയുടെ ഒരു സാധനം ഞാൻ കണ്ടു. പിന്നെ സ്വത്തിൻ്റെ പേരിൽ, കളറിൻ്റെ പേരിൽ, ഇങ്ങനെ കുറേ ഈ സാധനം കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മക്കളെ കല്യാണമൊന്നുമല്ല. പണ്ട് കാലത്ത് ചിലപ്പോൾ ആൾക്കാർ കരുതും ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ക്വാളിഫൈഡ് അല്ല, ഞാൻ വീട്ടിൽ പോയ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ബാധ്യതയല്ലേ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇനി ഫ്രണ്ടോട്ട് ജീവിക്കും, ഇനി എന്നെ നാട്ടുകാരെന്ത് പറയും, അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അതൊന്നും കൺസിഡർ ചെയ്യണ്ട. ഈ നാട്ടുകാരൊന്നുമല്ല നമ്മളെ ഫ്രണ്ടോട്ട് കൊണ്ടുവന്നത്. ആൻഡ് നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേക്കൻസീസ് ഉണ്ട്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ഉണ്ട്, അതെല്ലാം ഇവിടെ ഉണ്ട്. അത് കാണണം, അതറിയണം, അത് മനസ്സിലാക്കണം, പുറത്തിറങ്ങണം. ഏത് പ്രശ്നത്തൊന്നും പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. നിങ്ങൾ ഇറങ്ങാത്തിടത്തോളം കാലം ഇറങ്ങിയില്ല. ഈ ചുറ്റും നിന്ന് കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിപ്പോൾ കല്യാണം കഴിച്ചില്ലേ ചോദിക്കും, എന്താ കല്യാണം കഴിക്കാത്തേ, കല്യാണം കഴിച്ചാൽ ചോദിക്കും കുട്ടിയായോ, ഒരു കുട്ടിയായോ ചോദിക്കും എന്താ രണ്ടാമത്തെ കുട്ടി, ആദ്യത്തെ കുട്ടി എന്തിനാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ കുട്ടി എന്തിനാണ് പഠിക്കുന്നത്, ആദ്യത്തോളം എന്താ ജോലി, രണ്ടാമത്തോളം എന്താ ജോലി, ഇങ്ങനെ ഒരു പണിയും തൊലിയും ഇല്ലാണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ ചോദിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒന്നെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ മറുപടി കൊടുക്കാണ്ട് വിടുക. കാരണം ഈറ്റുകളൊന്നും നന്നാവും എന്നുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയൽവാസിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പുറത്തെ വീട്ടിലെ സംഭവം എന്താ നടക്കുന്നതെന്ന് അറിയാനാണ്. ദറ്റ്സ് ഒരു ബിഹേവിയറാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിനി മാറണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മാറുക. ഇവരെ ചിന്താഗതി എല്ലാം മാറ്റിയിട്ട് നമുക്ക് മാറാൻ പറ്റില്ല. സോ ദിസ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ. ഇഫ് യു ആർ നോട്ട് ഹാപ്പി, ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ആൻഡ് അതിൽ നിൽക്കുമ്പോൾ യു ആർ ബിക്കമിങ് ഭയങ്കര സങ്കടപ്പെടുകയാണെങ്കിൽ പുറത്തു വരൂ. ലിവ് യുവർ ലൈഫ്, എൻജോയ് യുവർ ലൈഫ്, നത്തിങ് ബാഡ് ഇൻ ദാറ്റ്. ദൈവം അത് ഈ പറയുന്ന പോലെ തന്നെ ചിലർക്ക് അത് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോവാം, ചിലർക്ക് അത് നമുക്കത് ശരിയായി എന്ന് തോന്നില്ല. എപ്പോഴും എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഒരേപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ വരണമെന്നില്ല. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നും സെപ്പറേറ്റ് ആവുന്നു. അത് ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായം എടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല പലപ്പോഴും സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ. കറക്റ്റ്, സത്യം അല്ലേ? 101% കറക്റ്റ്. ഞാനൊരു ഡിസിഷൻ എടുത്തപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു എന്താ അറിയോ, ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം, നീ ഒരു സെലിബ്രിറ്റിയാണ്, നീ ഒരു സെലിബ്രിറ്റിയാണ്, ഇത് മീഡിയ ആഘോഷിക്കും. ഓൾറെഡി മറ്റേ കല്യാണത്തിന് അഹങ്കാരപ്പട്ടം കിട്ടിയിട്ടുണ്ട്. ഇവളുടെ അഹങ്കാരം കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്റെ മനസ്സാക്ഷിക്ക് എല്ലാത്തിനും ഉപരി എന്റെ പേരൻസിനും ഈശ്വരനും അറിയാം റീസൺ എന്താണെന്ന്. മനസ്സിലായി? എനിക്ക് അതിനപ്പുറത്ത് വേറെ ആരെ പ്രൂവ് ചെയ്യണം? ഞാൻ വേണമെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത കുറച്ച് പേര് കമന്റ് ഇടുന്നവരെ പേടിച്ച് വേണമെങ്കിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ ജീവിതം തകർന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാൻ എടുത്തത് ഇവരാരെങ്കിലും എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ നിന്നിട്ടുണ്ടോ? ഞാൻ കരഞ്ഞ ദിവസങ്ങള്, ഞാൻ ഡിപ്രഷൻ സ്റ്റേറ്റിൽ കൂടെ ഒരു 2-2.5 വർഷം വളരെ മോശം അവസ്ഥയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവരാരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ.
അപ്പൊ പിന്നെ ഞാൻ എന്തിന് എന്റെ ലൈഫിൽ എനിക്കൊരു ബെറ്റർ ലൈഫ് തരുന്ന ഡിസിഷൻസിന് ഞാൻ ഇവരുടെ അഭിപ്രായം എന്തിനു നോക്കണം? പക്ഷെ അങ്ങനെ പേടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതെ അതെ, നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസിനെ വെക്കണ്ട, അല്ലാതെ എത്ര പേര്. അതെ, കാരണം ഒന്നെങ്കിൽ ചിലപ്പോൾ പേരൻസ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇതെന്തോ ഒരു നാണക്കേട്, അല്ലെങ്കിൽ എന്തോ ജീവിതം തീർന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിൽക്കുന്നത് കൊണ്ടോ ഒന്നുമില്ല. നമ്മുടെ ലൈഫ് പോയാൽ പോയി. പക്ഷെ ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈഫ് പോയാൽ തിരിച്ചു കിട്ടൂല, ഒരാൾ പോയാൽ നമുക്ക് വേറെ തിരിച്ചു കിട്ടും. കറക്റ്റ് വ്യക്തമായ ഒരു മനുഷ്യനെ ബോധം ഉയർത്തുന്ന, ചിന്തിപ്പിക്കുന്ന തലത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞ് കേട്ടത്. സത്യമല്ലേ? നമ്മളുടെ ലൈഫ് പോയാൽ പോയി, ഒരു വ്യക്തി പോയാൽ എന്താ പോയി, അത്രയേ ഉള്ളൂ. നമ്മളുടെ ലൈഫിൽ നമ്മളുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ മേ ബി നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കും. ഇപ്പം ലൈക്ക് ബിഫോർ മാരേജ് വരെ. ആഫ്റ്റർ മാരേജാണ് പാർട്ട്ണറും മക്കളും വരിക. ഈ പാരൻസ് ഇല്ലാണ്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഈ സിബ്ലിങ്സ് ഇല്ലാണ്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഹസ്ബൻഡ് ഇല്ലാണ്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? മക്കൾ ഇല്ലാണ്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മളുടെ ലൈഫിൽ നിന്ന് പോയാലും ലൈഫ് ഗോസ്. പക്ഷെ നമ്മളെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ വ്യക്തി ഒന്നുമല്ലാണ്ടായി തീർന്നാൽ ദറ്റ്സ് വെരി പെയിൻഫുൾ. ഇപ്പോൾ ഫെൽ ഇൻ ലവ് അല്ലെങ്കിൽ ഫെൽ ഇൻ റിലേഷൻഷിപ്പ് ഇറ്റ്സ് വെരി കോമൺ. നമുക്കൊരു പ്യൂബർട്ടി ഏജ് ആകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് കോഴ്സ് ഈ കൈൻഡ് ഓഫ് ഇമോഷൻസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ആകും. അതിപ്പം ഒരു കല്യാണത്തിൻ്റെ കേസിൽ മാത്രമല്ല പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരാളുടെ ബാഹിക സൗന്ദര്യം കണ്ടിട്ടായിരിക്കും നോക്കുക, പിന്നെയാണ് മനസ്സിലാവുന്നത് ഉള്ളുകൊണ്ട് അയാൾ എനിക്ക് ഒരിക്കലും സിങ്ക് അല്ലാന്ന്. ചിലപ്പോൾ ഉള്ളിലെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും നമ്മൾ നോക്കുക. ചിലപ്പോൾ ഈ ഫ്രണ്ടിനോട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഞാൻ ഒട്ടും ആളുടെ ഇത് ഓക്കെ ആവുന്നില്ല, അല്ലെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടൊരു സ്വഭാവമല്ല എൻഡിൽ കാണുക, അല്ലെ ആൾ കുറച്ച് ടോക്സിക് ആണ്, ആൾക്ക് കുറച്ച് ദേഷ്യമാണ്, ആൾ കുറച്ച് ഉപദ്രവകാരിയാണ്, അല്ലെങ്കിൽ ആൾക്ക് കുറേ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇങ്ങനെ പല സിറ്റുവേഷനിൽ കൂടിയും വെൻ ഇറ്റ് കംസ് ടു എ റിലേഷൻഷിപ്പ് നമ്മൾ ഓരോരുത്തരും കടന്നു പോവാം. അത് വളരെ പെയിൻഫുള്ളാണ്. അത് വളരെ മെൻ്റലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കം ഔട്ട് ചെയ്യാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ആരെയും ഒരു സോളിനെയും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മാത്രം സെൽഫ് സാറ്റിസ്ഫൈഡ് ആയാൽ മതി. നമ്മളത് അവരങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും, അതാക്കും ഇതാക്കും എന്നതിൻ്റെ പേരിൽ നമ്മളതിൽ നിൽക്കുകയാണെങ്കിൽ അവർ ഹാപ്പി ആവും എന്നല്ലാണ്ട് നമ്മൾ ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആവാൻ പോകുന്നില്ല. നമ്മൾ ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായി നിൽക്കാനും പോകുന്നില്ല. നമ്മളെ കൂടുതൽ അത് വേഴ്സാക്കും. നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും, ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കും. കംപ്ലീറ്റ്ലി നമ്മളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉൾട്ട പോലെ പോകും. അവർക്കെന്താ ഒരു ഡയലോഗ് മെസ്സേജ്. നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് പോലും അറിയാത്ത പല ആൾക്കാരും പലതും അവിടെ കിടന്ന് പറയില്ലേ, നമ്മളെല്ലാം ബോദർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ബോദർ ചെയ്യാൻ നിന്നാൽ നമ്മൾ നമ്മളുടെ ഹാപ്പിനെസ്സിൽ ലൈഫ് മുന്നോട്ട് പോവില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഡെത്ത് സ്റ്റേജിലെത്തുമ്പം ഇത്രയും കാലം ജീവിച്ചതിൽ ലോകത്ത് ആരേക്കാളും സന്തോഷം വേണ്ടത് നമുക്കാണ്. പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഇപ്പൊ ഇല്ലാത്തത് എനിക്കൊരു കുറവായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്റെ പേരൻസ് ആണ്. എനിക്ക് എന്തും പറയാം അവരുടെ അടുത്ത്. അവര് ലൈക്ക് ഒരു പേരൻസിനെ പോലെ ഒരിക്കലും ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല. കല്യാണം കഴിക്കണം എന്ന് ഞാനാ പറഞ്ഞത്. അവരൊരിക്കലും ഒരു 20-22 വയസ്സിൽ നീ കല്യാണം കഴിക്കണം, അങ്ങനെ നടക്കരുത്, അഭിനയിച്ച് നടക്കുന്നു എന്ന് അവര് പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കെട്ടുക, നീ ആരെങ്കിലും കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോ. ഇതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്റെ 29ാമത്തെ വയസ്സിലാണ് ഐ മേഡ് എ ഡിസിഷൻ, ഐ വാണ്ടഡ് ടു ഗെറ്റ് മാരീഡ്. കാരണം നമ്മൾ കുറെ കഴിയുമ്പോൾ നമുക്കൊരാൾ കൂട്ട് വേണമെന്ന് തോന്നുമല്ലോ. മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ 29 ഇയേഴ്സിലാണ് എനിക്കൊരു ബിക്കോസ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ചെറിയൊരു ലോൺലിനെസ് ഉണ്ടായിരുന്നു, മിസ്സിംഗ് ആണ്. അപ്പൊ ഞാൻ ഓക്കെ കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അത് വേണ്ട എന്നൊരു ഘട്ടത്തിൽ എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്നതാണ്. അപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ട് പോലുമില്ല എന്താ റീസൺ. ഇല്ല, ഞാനായിട്ടൊരു പോയിന്റിൽ പറഞ്ഞു. ബിക്കോസ് എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. തീർച്ചയായും ഇങ്ങനൊരു പാരൻസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ലക്കിയാണ്. ഇവിടെ ഒരു പകുതി മുക്കാല് പെൺകുട്ടികളുടെ ആത്മഹത്യയ്ക്കും ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അബ്യൂസിൻ്റെ കൂട്ടത്തിൽ തന്നെ വീട്ടുകാരുടെ പെരുമാറ്റമാണ്. കാരണം വീട്ടുകാരുടെ ഒരു മെയിൻ എയിമാണ് അവള് പ്രായമായി, ഇനി അങ്ങ് കല്യാണം കഴിച്ച് വിടുക. ചിലപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട്, അല്ലെ നാട്ടുകാരൊക്കെ ചോദിക്കും എന്താ എൻ്റെ മോക്ക് കല്യാണമായില്ലേ, കെട്ടിക്കാനായില്ലേ, എന്താ കല്യാണം നാളെയാണോ മറ്റന്നാളാണോ, അവൻ കെട്ടി ഇവൻ കെട്ടി. അവൾ മെച്യൂറാണോ, അവൾ ഓക്കെ ആണോ, അവൾ ഹാപ്പി ആണോ, അവൾ പോസിറ്റീവ് ആണോ എന്നുള്ള നോക്കാണ്ടാണ് കയറി കല്യാണം കഴിപ്പിക്കുക. ഈ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ ഹാപ്പി അല്ലെങ്കിൽ അവൾ ഓഫ് കോഴ്സ് തിരിച്ച് വരാൻ നോക്കുമ്പോൾ അയ്യോ വരലേ, അനുസരിച്ച് നിൽക്കുക, അയ്യോ അത് പറയും ഇത് പറയും എന്നൊക്കെ പറയും. അപ്പോൾ അവൾ വീട്ടിലും സമാധാനമല്ല നാട്ടിലും സമാധാനമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും സപ്പോർട്ടീവായ പാരൻസിനെ കിട്ടിയിട്ട് യു ആർ ലക്കി ഇനഫ്.
അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ വന്ന പാരൻസിനോട് പറയാം, നിങ്ങളെ മക്കൾ പോസിറ്റീവ് ആണെങ്കിൽ, അവൾ ഹാപ്പി ആണെങ്കിൽ, അവൾക്ക് കല്യാണം വേണമെന്ന് തോന്നുമ്പോൾ, അവൾ ഇമോഷണലി മെച്യൂർ ആകുമ്പോൾ അവളെ കല്യാണം കഴിപ്പിക്കുക. ആൻഡ് വരുന്ന പാർട്ട്ണറിലും അവൾ ഓക്കെ ആവണം. അവൾ ഓക്കെ അല്ലാണ്ട് നിങ്ങൾ ആ പാർട്ട്ണറെ വിടുന്നെങ്കിൽ നിങ്ങൾ കെട്ടിച്ച് വിടുന്ന മോള് നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ചും കൂടെ ഇമോഷൻസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാരൻസ് ബിഹേവ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൗരി പറഞ്ഞിട്ടുണ്ട്, ലൈഫിൽ ഞാൻ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ മാത്രം ലൈഫ് നിൽക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും എനിക്ക് അതാണ് ആഗ്രഹവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. മറ്റുള്ളവർക്ക് ചിലപ്പം ഒരു വ്യക്തി മാത്രം മതിയാവില്ല എന്നുള്ളതും ഗൗരി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സോ മറ്റു വ്യക്തികൾക്ക് അതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പിന്മാറുകയാണ്. അതല്ലേ ഏറ്റവും ബെസ്റ്റ് വേ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, അതൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട്, താല്പര്യങ്ങളുണ്ട്. മനുഷ്യനാണ്, താല്പര്യങ്ങൾ മാറും, ഇഷ്ടങ്ങൾ മാറും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മാറിക്കൊടുക്കുക. ഞാനത് ഫൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം വീണ്ടും വീണ്ടും വഷളാവാണ്. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. ആ ഒരു ബന്ധം നശിപ്പിച്ച് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഞാനെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, എനിക്കൊരു ഫാമിലി വേണം എന്ന അതിയായ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ബിക്കോസ് ആരും എന്നെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിച്ചതല്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പേരൻസിന് അടുത്ത്, ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അവിടെ പോയി പെർമിഷൻ ചോദിക്കുക പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് എനിക്കൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, എനിക്കെല്ലാം ഒന്നിച്ച് ചെയ്യണം. കുറച്ച് സമയം എനിക്ക് ഒന്നിച്ച് വേണം. മേ ബി ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഔട്ടിങ്ങിന് പോവുക ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഫാമിലി ടൈം വേണം. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതെനിക്ക് കിട്ടുന്നില്ല. നമ്മൾ ഒന്ന് എന്നുള്ള ഒരു സംഭവം കിട്ടിയിട്ടില്ല. ഇല്ല, അതില്ല. അത് മീൻസ് അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല ഒരിക്കലും. ഓരോ വ്യക്തിയും ഓരോ രീതിയല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നത്? അദ്ദേഹത്തിനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ച്, ഈവൻ ഷോപ്പിങ്ങിന് പോകുന്നത് പോലും നമ്മൾ ഒരുമിച്ചാണ്. വേണ്ട, ഒരു മന്ത്ലി ഒരു 2-3 days എനിക്ക് ഒന്നിച്ചൊന്ന് കിട്ടിയാൽ ഐ എം ഹാപ്പി. പക്ഷെ അതുപോലും നമുക്ക് ദർ ഇസ് നോ പോയിന്റ് ഇൻ കണ്ടിന്യൂയിങ് ദാറ്റ് റിലേഷൻഷിപ്പ്. എക്സാക്ട്ലി. വെറുതെ ഒരു മാരീഡ് എന്നുള്ള ഒരു സ്റ്റേറ്റസ് നമുക്ക് ആവശ്യമില്ലല്ലോ. എനിക്കത് വേണ്ട, എനിക്കത് വേണം. സ്റ്റേറ്റസോ ലേബലോ എനിക്ക് ആവശ്യമില്ല. ആ വ്യക്തിയെയും ആ പ്രസൻസും എനിക്ക് വേണം, എനിക്ക് മാത്രമായിട്ട് വേണം. അത്രേ ഉള്ളൂ. ഞാനിനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ബിക്കോസ് എനിക്ക് ഡെഫിനറ്റ്ലി ഞാൻ ബോൾഡ്നെസ്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു പാർട്ട്ണറിന്റെ കൂടെ ലൈഫ്. ഡെഫിനറ്റ്ലി എനിക്കത് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്കത് വേണം. പക്ഷെ അത് റൈറ്റ് പേഴ്സന്റെ കൂടെ ആയിരിക്കണം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എന്നെയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതാ. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഗൗരി സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടതിൽ കൂടെ എനിക്ക് മനസ്സിലായത്, ഗൗരി ഒരുപാട് ചാൻസസ് കൊടുത്തു, എന്നിട്ടും ഗൗരിക്ക് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ഈ ഡിസിഷൻ എടുത്തത്. ഈ ഡിസിഷൻ എടുത്തതിൽ ഗൗരി കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഗൗരീൻ്റെ ഫാമിലിയും ഒരുപോലെ ഹാപ്പിയാണ്. ഓവറോൾ ആയിട്ട് ഇവരുടെ സെപ്പറേഷന് അല്ലെങ്കിൽ ഇവരെ സെപ്പറേറ്റഡ് ആവാനുള്ള ഒരു റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഗൗരിയുടെ കോൺസെപ്റ്റിന് പറ്റിയിട്ടുള്ളൊരു പാർട്ട്ണറല്ല. ആ വ്യക്തിക്ക് ആ വ്യക്തിൻ്റെതായ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ഗൗരി ആഗ്രഹിക്കുന്ന ഒരു ടൈമോ പ്രസൻസോ കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആളുടേതായ ഡയറക്ഷൻ അത് ഇത് ലോകത്ത് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഒരു ടൈമും ഇല്ല, ഒരു കണക്ഷനും ഇല്ല, ഒരു ലവും ഇല്ല, ഒരു ഇമോഷനും ഇല്ല. പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ആ വ്യക്തിനെയും കുറ്റം പറയല്ല, പക്ഷെ നിങ്ങൾ വൈസ്ലി ചൂസ് ചെയ്യണമായിരുന്നു. എന്തായാലും 29 ഏജിലാണ് ഗൗരി ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ ഗൗരിക്ക് അത്യാവശ്യം പക്വത വന്നിരുന്നു. അപ്പോൾ ഗൗരിക്ക് തന്നെ ആലോചിച്ചറിയാം എനിക്ക് എന്താണ് വേണ്ടത്. ആ വ്യക്തിക്ക് ആലോചിച്ചറിയാം ഞാൻ വിചാരിക്കുന്ന ഒരാളാണോ. അപ്പം അങ്ങനെ വൈസ്ലി ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഫ്രണ്ടോട്ട് പോവില്ലായിരുന്നു. ആൻഡ് ഫ്രം ഓൾ ദിസ് ആൾ വളരെ പീസ്ഫുള്ളാണ്. ആൾ വളരെ ഹാപ്പിലി എടുത്തൊരു ഡിസിഷനാണ്. അത് ആളെ കുറേ ഡിപ്രഷനിൽ കൂടിയും ഇമോഷണൽ വൾണറബിലിറ്റിയിൽ കൂടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ബട്ട് ആഫ്റ്റർ ദിസ് ഡിസിഷൻ ആൾ ഹാപ്പിയാണ്, പീസ്ഫുൾ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ ടു ബി ഡിസ്കസ്. കാരണം ആൾ ഹാപ്പിയാണ്, ആൾ ഓക്കെ ആണ്. സോ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, അത്രേ പറയാനുള്ളൂ. ആൻഡ് ഐ ലവ് വാച്ചിങ് ദിസ് ഇൻ്റർവ്യൂ. ദാറ്റ് ഷോസ് ദാറ്റ് ഡിവോഴ്സ് ഇസ് നോട്ട് എ വലിയ തെറ്റ്. If you are not happy, just come out.
അതിൽ പെയിനും എല്ലാം ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇൻ്റർവ്യൂവിൽ തന്നെ ആൾ പറഞ്ഞ ഒരു സാധനമുണ്ട്, നമുക്കൊരു പ്രശ്നം വരുമ്പം ഒരിക്കലും ആ പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നിൽക്കരുത്. നമ്മൾ ഓടുമ്പം അതിൻ്റെ ഇരട്ടിയാണ് വരിക. നമ്മൾ ആ പ്രശ്നത്തിൽ കൂടെ തന്നെ കടന്നു പോയി അനുഭവിക്കേണ്ട മാക്സിമം അനുഭവിച്ചിട്ട് അങ്ങ് പുറത്തോട്ട് വരികയാണെങ്കിൽ പിന്നെ ഉയർത്തെണീക്കുമ്പം വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളുടെ വീട്ടിൽ തട്ടാൻ മാത്രം, തട്ടിയാലും തട്ടിയില്ലെങ്കിലും we have the power to face that. Okay, that's it guys. അടുത്ത വീഡിയോ വീണ്ടും കാണാം. Till then it's bye bye from Ami Unfiltered. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്.